നീറ്റ് പേപ്പർ ചോർച്ചയിൽ രാജ്യവ്യാപകമായി ഉയർന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലിതാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നടപടി എടുത്ത് കേന്ദ്ര സർക്കാർ 47 ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. ചില ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടിയും സ്വീകരിക്കും. ഫെമിനയുണ്ട്. ഫെമിന, NTA നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഒടുവിൽ ഇത്രയെങ്കിലും ചെയ്യേണ്ട നിലയിലേക്ക് കേന്ദ്രം എത്തിയിരിക്കുന്നത്. 47 പേരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്, അല്ലേ? അത് തീർച്ചയായും വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിൽ വലിയൊരു അഴിച്ചുപണിക്കാണ് ഇപ്പോൾ കേന്ദ്രം ഒരുങ്ങുന്നത്. 47 ഉദ്യോഗസ്ഥരെയാണ് പുറത്താക്കിയിരിക്കുന്നത്. നേരത്തെ നീറ്റ് പേപ്പർ ചോർച്ച വിഷയം പുറത്തു വന്നപ്പോഴും ഈ NTA ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കേന്ദ്രം ഇപ്പോൾ ഈ NTA ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ചില ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികളിലേക്കും സർക്കാർ കടന്നേക്കും എന്നൊരു സൂചനയുണ്ട്. ജന്തർ മന്ദറിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയ്ക്കെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്രം ഇത്തരത്തിൽ NTA അടിമുടി പൊളിച്ചു പണിയുന്ന തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. NTA പിരിച്ചുവിടണമെന്ന് നേരത്തെ സഭയടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ CBI പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ CBI കുറ്റപത്രത്തിൽ NTAയിലെ ഉദ്യോഗസ്ഥരുടെ പേരില്ല എന്നത് വലിയ തരത്തിലുള്ള വിമർശനത്തിന് കാരണമായിരുന്നു. ഇപ്പോഴാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത്. പ്രത്യേകിച്ച് വലിയ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ കേന്ദ്രം ഇപ്പോൾ ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്.